എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2013 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു പ്രത്യേക ക്ലാസ്സാണ്. ഇന്ന് ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നും DMO ആയി റിട്ടയർ ചെയ്ത കൊല്ലം സ്വദേശിയായ ഡോക്ടർ IR അശോക് കുമാറാണ്. അദ്ദേഹം ഇന്ന് എടുക്കുന്ന വിഷയം മെഡിക്കൽ ഓഫീസർ ആകാൻ തയ്യാറെടുക്കുന്നവർക്കായി എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ വിഷയം. അപ്പോ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ ആവാൻ തയ്യാറെടുക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കൾ ഇതിൽ പലരും കാണും. എല്ലാവർക്കുമായിട്ടായിരിക്കും ഇന്നത്തെ ക്ലാസ്. എന്തായാലും വ്യത്യസ്തമായ ഈ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാനീയരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ടുള്ള ഡോക്ടർ IR അശോക് കുമാറിനെയും IFPHന്റെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നന്ദി. ഡോക്ടറെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. താങ്ക് യു ഡോക്ടർ ശൈല. ഓഡിബിൾ? ഞാൻ കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കാം, കാണാം. ഒരു ക്ലിയർ മാത്രം അടിക്കുന്നുണ്ട്. അത് ഞാനൊരു അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലല്ല ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ IFPHന്റെ ഈ വേദിയിൽ പുതിയ തലമുറയിലുള്ള ഡോക്ടർമാർക്ക്, അതായത് BHMS ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ഡോക്ടർമാർക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നങ്ങളിലൊന്ന് ഒരു മെഡിക്കൽ ഓഫീസർ ആകുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്വപ്നങ്ങളിലേക്ക് ഒരു വഴികാട്ടിയാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ഒരു പ്രോഗ്രാം ഞാൻ ഇന്ന് ചെയ്യാം എന്ന് ധനേഷ് ഡോക്ടറോട് കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് കാര്യങ്ങൾ പറയാം. കാര്യം ഈ വേദിയിൽ സ്ഥിരമായിട്ടുള്ള ഇന്നത്തെ മോഡറേറ്റർ ആയിട്ടുള്ള ഡോക്ടർ ശൈലയായാലും ഡോക്ടർ മനോജ് GS ആയാലും ഒരുപാട് പേര് മെഡിക്കൽ ഓഫീസേഴ്സ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മിസ്സിങ്സ് വന്നാൽ അവർക്കത് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ഒറ്റ ക്ലാസ് ആയിട്ട് തീർക്കാനുള്ള ഒരു ഉദ്ദേശമല്ല നമ്മൾ കരുതുന്നത്. എ സീരീസ് ഓഫ് ക്ലാസ്സസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുറേയേറെ പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ PSC റാങ്ക് ലിസ്റ്റിൽ, കഴിഞ്ഞ PSCയിൽ 124 പേരായിരുന്നു റാങ്ക് ലിസ്റ്റിലുള്ളത്. ആദ്യ റാങ്ക് മുതൽ ആദ്യത്തെ കുറേയേറെ റാങ്കുകാരെ കൂടി അവരെങ്ങനെ അതിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകളും ഇതിനോടൊപ്പം വരുന്ന ആഴ്ചകളിൽ ആഡ് ചെയ്യണം എന്ന് നമ്മൾ കരുതുന്നുണ്ട്. ഞാൻ അതിൽ ആദ്യ റാങ്കിലുള്ള ഡോക്ടർ പ്രേംദീഷ്ണ പ്രീതം എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഫസ്റ്റ് റാങ്ക്. ആ ഡോക്ടർ. സെക്കൻഡ് റാങ്ക് അമൃത. 10ാം റാങ്ക് സനുശ്രീ നാരായണൻ. അങ്ങനെ 3-4 ഡോക്ടർമാരുമായിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവരും വില്ലിങ് ആണ്, അവരിതിലേക്ക് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും BHMS കഴിഞ്ഞ് അല്ലെങ്കിൽ MD കഴിഞ്ഞിറങ്ങുന്ന ബഹുഭൂരിപക്ഷം ഡോക്ടർമാരുടെ, മുഴുവൻ പേരുടെയും ഞാൻ പറയുന്നില്ല, ബഹുഭൂരിപക്ഷം ഡോക്ടർമാരുടെ സ്വപ്നങ്ങളിൽ ഒരു മെഡിക്കൽ ഓഫീസർ തന്നെയാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസറാണ്. ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ NHMലെയോ NAMലെയോ ഒക്കെ ഒരു മെഡിക്കൽ ഓഫീസറായിട്ട് ഒരു പോസ്റ്റിംഗ് കിട്ടുക എന്നുള്ള ഒരു സ്വപ്നം എല്ലാവർക്കും അല്ല എങ്കിലും ബഹുഭൂരിപക്ഷത്തിനുണ്ട്. പ്രത്യേകിച്ച് തുടക്കക്കാരായിട്ടുള്ള നിലയിൽ പ്രാക്ടീസ് കെട്ടിപ്പടുക്കുവാൻ ഉള്ള ബുദ്ധിമുട്ടും ഇപ്പോഴത്തെ കുറേയേറെ പ്രശ്നങ്ങളുമൊക്കെ അവരെ ഒരുപക്ഷെ ഒരു സ്ഥിര വരുമാനത്തിലേക്ക്, ഒരു ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർ പോസ്റ്റിലേക്ക് എത്തുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. പക്ഷെ അത് നമ്മളതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഒരു 5000-നും 6000-നും ഇടയിൽ ഡോക്ടർമാർ അതിനുവേണ്ടി ഓരോ PSCയിലും പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു 2%-മോ 3%-മോ, പരമാവധി 100-ഓ 150-ഓ പേർക്ക് ലിസ്റ്റിൽ വരാൻ അവസരം കിട്ടാറുള്ളൂ. അതിൽ തന്നെ എല്ലാവർക്കും ഒരുപക്ഷെ പോസ്റ്റിംഗ് കിട്ടാനും സാധ്യതയില്ല. അപ്പോൾ അതൊരു വലിയ സ്വപ്നമായിട്ട് കൊണ്ട് നടന്നാൽ ഒരുപക്ഷെ നിരാശ വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും അവരുടെ ആ സ്വപ്നങ്ങൾക്ക് നമ്മൾ ഒരു വഴികാട്ടിയാകാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് IFPHന്റെ ഈ വേദിയിൽ ഇത്തരത്തിലൊരു സെഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് പറയുന്നതിന് മുമ്പ് BHMS കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി മെഡിക്കൽ ഓഫീസറാണെന്ന്
ഇല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്നുള്ളത് മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് മാത്രമാണെന്ന് പ്രിയപ്പെട്ട ഡോക്ടർമാർ കരുതി കളയരുത്. BHMS കഴിഞ്ഞിട്ട് IAS കിട്ടിയ ആളുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡോക്ടർ ഷക്കീൽ അഹമ്മദ് മേഘാലയയുടെ ചീഫ് സെക്രട്ടറിയാണ് ഇപ്പോൾ. അതുപോലെ 4-5 ഡോക്ടർമാർ തിരുവനന്തപുരം ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ 4-5 ഡോക്ടർമാർ IAS കിട്ടി കേരളത്തിൽ തന്നെ മലയാളികളുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം IASകാരെക്കാൾ ഇനിഷ്യൽ സാലറി കിട്ടുന്ന ഹോമിയോപ്പതി ഡോക്ടർമാരുണ്ട് ഗവൺമെൻറ് സർവീസിൽ. 2023 ആ തസ്തികയെക്കുറിച്ച് കേരളത്തിലെ ഹോമിയോപ്പതി ഡോക്ടർമാരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനാണ്. എനിക്ക് അഭിമാനപൂർവ്വം അത് പറയാൻ പറ്റും. ന്യൂ ഇന്ത്യ അഷുറൻസ് ലിമിറ്റഡ് എന്ന കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഹെൽത്ത് ഓഫീസർ തസ്തികയിലേക്ക് ഹോമിയോപ്പതിയും ആയുർവേദവും MBBS ഒക്കെ പാസ്സായ BDS ഒക്കെ പാസ്സായ ഡോക്ടർമാരെ നോട്ടിഫിക്കേഷൻ നടത്തുകയും 2023 സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ നടത്തുകയും ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഗ്രൂപ്പുകളിൽ ഡോക്ടർമാർക്ക് കൺവേ ചെയ്യുകയും ഈ പോസ്റ്റിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് 100ഓളം ഡോക്ടർമാർ അപ്ലൈ ചെയ്യുകയും അത് 3 ഘട്ടങ്ങളിലായിട്ടാണ് അതിൻ്റെ പരീക്ഷ. പ്രിലിമിനറി, മെയിൻ, ഇൻ്റർവ്യൂ. ഈ പ്രിലിമിനറി എല്ലാ ജില്ലകളിലും വെച്ച് പരീക്ഷ ഉണ്ടായിരുന്നു. പ്രിലിമിനറി പാസ്സായ 13ഓളം ഡോക്ടർമാർ പിന്നെ മെയിൻസ് പരീക്ഷയിൽ അപ്പിയർ ചെയ്യുകയും മെയിൻസ് പരീക്ഷയിൽ 2 ഡോക്ടർമാർ, ഒരുപക്ഷെ കോഴിക്കോട് ഹോമിയോ കോളേജിൽ പഠിച്ചിട്ടുള്ള ഡോക്ടർമാർക്ക് ആ ഡോക്ടറെ അറിയായിരിക്കും, ഡോക്ടർ അമൃത അശോകനും തിരുവനന്തപുരം ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ സൂര്യയും. ഇവർ 2 പേരും മെയിൻസ് ക്ലിയർ ചെയ്യുകയും ഇൻ്റർവ്യൂവിലും മെഡിക്കലും പാസ്സായിട്ട് നമ്മുടെ എറണാകുളത്ത് ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ റീജിയണൽ ഓഫീസിൽ ഹെൽത്ത് ഓഫീസേഴ്സായിട്ട് ജോയിൻ ചെയ്തു. അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി 1,10,000 രൂപയാണ്. വെറുതെ പറയുന്നതല്ല. ആ ഡോക്ടർമാരെ വേണമെങ്കിൽ നമുക്ക് ഈ വേദിയിൽ എത്തിച്ച് ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിക്കാം. 2024 ഫെബ്രുവരി മാസം അവർ ജോലിയിൽ കയറുമ്പോൾ അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി 1,10,000 രൂപയാണ്. ആഴ്ചയിൽ 5 ദിവസം, തിങ്കൾ മുതൽ വെള്ളി വരെ ജോലി, ശനി ഞായർ ഓഫാണ്. അവർക്ക് ഈ 1,10,000 രൂപയ്ക്ക് പുറമെ 30,000 രൂപയാണ് ഹൗസ് റെന്റ് അലവൻസായിട്ട് കാശ് കിട്ടില്ല. ഒരു വീടെടുത്താൽ അതിൻ്റെ റെന്റ് അവർ കൊടുക്കും. ഈ സൂര്യയും ഡോക്ടർ അമൃത അശോകനും ഒന്നിച്ചൊരു ഫ്ലാറ്റിൽ 30,000 രൂപയ്ക്ക് 2 പേർ കൂടെ 30,000 രൂപ അവർ വാങ്ങുന്നുള്ളൂ. അവരുടെ ഫ്ലാറ്റിന് അത്ര റെന്റ് ഉള്ളൂ. പക്ഷെ അവർ ഓരോരുത്തരും ഓരോ ഫ്ലാറ്റ് എടുത്ത് 30,000 രൂപ വീതം ക്ലെയിം ചെയ്താൽ അത് കൊടുക്കാൻ ന്യൂ ഇന്ത്യ അഷുറൻസ് തയ്യാറാണ്. അതുപോലെ വേറെ കുറേയേറെ ആനുകൂല്യങ്ങളുണ്ട്. വെഹിക്കിൾ ലോണിന് ഇൻട്രസ്റ്റ് ഇല്ലാതെ പൈസ കിട്ടും, കുറേയേറെ ആനുകൂല്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞ IASകാരെക്കാൾ സാലറി ആണെന്ന് പറഞ്ഞത് വെറുതെ അല്ല. അന്ന് അവർ നമ്മളോട് നന്ദി പറഞ്ഞപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനോടൊക്കെ അവർക്ക് കുറച്ച് ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. നന്ദി പറഞ്ഞപ്പോൾ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിരുന്നു, നിങ്ങൾ അടുത്ത പ്രാവശ്യം വീണ്ടും ഇതേപോലെ ഹെൽത്ത് ഓഫീസർ വിളിക്കുമ്പോൾ നമ്മളുടെ ഡോക്ടർമാർക്ക് അതിനെക്കുറിച്ച് അറിവ് കൊടുക്കണമെന്ന്. അതനുസരിച്ച് 2025 സെപ്റ്റംബറിൽ വീണ്ടും ഈ ഹെൽത്ത് ഓഫീസർ പോസ്റ്റിലേക്ക് വിളിക്കുകയും അവർ തുടർച്ചയായ ദിവസങ്ങളിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഡോക്ടർമാർക്ക് ക്ലാസ് എടുക്കുകയും ഇപ്രാവശ്യം 18 പേര് പ്രിലിമിനറി ക്ലിയർ ചെയ്തു. അതിൽ നിന്ന് ഇപ്പോൾ 3 പേര് മെയിൻസ് ക്ലിയർ ചെയ്തു. ഞാൻ അവരുടെ പേരുകളൊന്ന് പറയാം. ഡോക്ടർ നജ്മത് ഭാനു, ഡോക്ടർ സഞ്ജയ് സുധീർ ആൻഡ് ഡോക്ടർ ലക്ഷ്മി പ്രിയ. ഇവർ 3 പേരും ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്യുകയാണ്. ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്താൽ അവർക്കും ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സാലറി കിട്ടും. അപ്പം ഞാൻ പറയാൻ വന്നത്, ഹോമിയോ BHMS കഴിഞ്ഞിട്ട് ഹോമിയോ മെഡിക്കൽ ഓഫീസർ മാത്രമല്ല, അല്ലെങ്കിൽ ഹോമിയോ കോളേജിലെ MD കഴിഞ്ഞിട്ട് ഹോമിയോ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമല്ല നമുക്ക് ജോലിയായിട്ടുള്ളത്. ഇതുപോലെയുള്ള സാധ്യതകൾ വേറെയും ഉണ്ട്. ഇത് ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നാഷണൽ ഇൻഷുറൻസിനും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിനും ഒക്കെ ഹെൽത്ത് ഓഫീസർ പോസ്റ്റുകളുണ്ട്. അതിലേക്ക് എല്ലാ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും. വലിയ സാലറി ഉള്ള ജോലിയാണ്. അപ്പോൾ BHMS കഴിഞ്ഞിട്ട് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ ഈ അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ വായിച്ചു കാണും. നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ BHMSകാർക്ക് കഴിയും. അത് സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഓഫീസറും ഉണ്ട്, സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ പോസ്റ്റിലേക്കും. കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ സിലബസ് അല്ലാത്ത കുറച്ച് വിഷയങ്ങൾ കൂടി ഉണ്ട്. എങ്കിൽ പോലും അതിലും PSC ഇപ്പോൾ ഹോമിയോ ഗ്രാജുവേറ്റ്സിനെ പരിഗണിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് തസ്തികകളിൽ ഹോമിയോ ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും.
നമ്മളുടെ ജോലി സാധ്യതകൾ അങ്ങനെ പല മേഖലകളിലായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് നമ്മൾ പിന്നീട് കൊണ്ട് കൈകാര്യം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ BHMS കഴിഞ്ഞാൽ നമ്മൾ സാധാരണ MD ഹോമിയോയാണ് നമ്മളുടെ സ്വപ്നം, ഇല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ MD ഹോമിയോ ആണ്. പക്ഷേ അതല്ല, MSc അനാറ്റമി ഉണ്ട്, MSc ഫിസിയോളജി ഉണ്ട്, MSc ബയോകെമിസ്ട്രി ഉണ്ട്, MSc ന്യൂട്രീഷൻ സയൻസ് ഉണ്ട്, MSc ജെനറ്റിക്സ് ഉണ്ട്, MPH ഉണ്ട്, മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത്. മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് കേരളത്തിൽ ധാരാളം സ്ഥാപനങ്ങൾ, കുഹാസിന്റെ കീഴിൽ തന്നെ കേരളത്തിൽ 5 or 6 കോളേജുകളുണ്ട്. കുഹാസിന് പുറത്ത് തിരുവനന്തപുരത്ത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ MPH ബാച്ച് ഉണ്ട്. അവിടെയും ഇപ്പം ലാസ്റ്റ് ബാച്ചിൽ, കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്ത ബാച്ചിൽ ആലപ്പുഴക്കാരി ഡോക്ടർ ഐശ്വര്യ ആർനാഥും വേറൊരു ഡോക്ടറും, 2 ഡോക്ടേഴ്സ്, ഞാൻ അവരുടെ പേര്, രണ്ടുപേരുടെയും പേര് ഓർക്കുന്നില്ല, രണ്ടാമത്തെ ആളുടെ പേര് ഓർക്കുന്നില്ല, അവരവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പുറമെ വെറും 4000 രൂപയ്ക്ക് ഒരു വർഷം MPH പഠിക്കാൻ പറ്റുന്ന സ്ഥാപനം കേരളത്തിലുണ്ട്. കാസർഗോഡ് ജില്ലയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ CUET ടെസ്റ്റ് എഴുതണം. അവിടെയും 2 ഹോമിയോ ഡോക്ടർമാർ ഇപ്പോൾ MPH പഠിക്കുന്നുണ്ട്. MPH കഴിഞ്ഞവരെ കിട്ടാത്ത നമ്മുടെ പ്രോജക്ട് കോർഡിനേറ്റേഴ്സ് ആയിട്ട് MPH കഴിഞ്ഞ BHMS ഡോക്ടർമാരെ അന്വേഷിച്ച് നടക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പ്രോജക്ട് കോർഡിനേറ്റേഴ്സ് പോസ്റ്റ് MPH ഇല്ലാത്തത് കൊണ്ട് MD-കാർക്കായിട്ട് മാറ്റി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഇതുപോലെ MSc അനാറ്റമിയൊക്കെ കഴിഞ്ഞാൽ കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളിൽ അനാറ്റമി പഠിപ്പിക്കാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തൊക്കെ മെഡിക്കൽ കോളേജിലെ, അലോപ്പതി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഒരു സമരം കണ്ടു കാണും. അതായത് അവിടെ MBBS കഴിഞ്ഞ് MSc അനാറ്റമി കഴിഞ്ഞവരെ അനാറ്റമിക്ക് മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ സ്പെഷ്യൽ റൂൾസ് മാറി വന്നിട്ടുണ്ട്. അപ്പം പണ്ട് MSc അനാറ്റമി ഒന്നും കേരളത്തിൽ പഠിക്കാൻ സാധ്യതയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ കോളേജുകളുണ്ട്. CPAS, സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനത്തിൽ കോട്ടയത്ത് നമ്മുടെ MG സർവകലാശാലയുടെ അടുത്ത് MSc അനാറ്റമി കോഴ്സ് നടക്കുന്നുണ്ട്. MSc ഫിസിയോളജി കേരള യൂണിവേഴ്സിറ്റിയിൽ ഏതാനും കോളേജുകളിലുണ്ട്. MSc ജെനറ്റിക്സ് നമ്മുടെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലുണ്ട്. അത് ഒരുപാട് സ്ഥാപനങ്ങൾ. പണ്ട് കേരളത്തിൽ ഇത്തരം കോഴ്സുകൾ കുറവായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹയർ സ്റ്റഡീസിനും MD ഹോമിയോ അല്ലാതെ BHMSകാർക്ക് വളരെയേറെ സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ ആ വിഷയങ്ങളൊക്കെ വിട്ടിട്ട് മെഡിക്കൽ ഓഫീസർ പോസ്റ്റിലേക്ക് തിരിച്ചു വരികയാണ്. മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് ഞാനൊക്കെ മെഡിക്കൽ ഓഫീസർ ആകുന്നത് 1993 PSC വിളിച്ച് 95 വന്ന ഒരു PSC ലിസ്റ്റിലൂടെയാണ്. അതിനുശേഷം 2002 കേരളത്തിൽ PSC പരീക്ഷ നടന്നിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. 2008 93 കഴിഞ്ഞ് 2002 എന്ന് പറയുമ്പോൾ 9 വർഷത്തെ ഇടവേള കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. പിന്നീട് 2008 ആയപ്പോൾ ആ ഇടവേള ഒന്നുകൂടെ കുറഞ്ഞു, 6 വർഷമായി. 2008 ശേഷം പിന്നെ 2013 അപ്പോൾ ആ ഗ്യാപ്പ് 5 വർഷത്തെ ഇടവേളയായി. 13 ശേഷം വീണ്ടും 5 വർഷം കഴിഞ്ഞ് 18 PSC വിളിച്ചു. 18 PSCക്ക് ശേഷം 2022 അപ്പോൾ 5 വർഷത്തെ ഇടവേള കുറഞ്ഞു, 4 വർഷമായിട്ട് കുറഞ്ഞു. 2018 വിളിച്ചു, 2022 വിളിച്ചു. 2022 ശേഷം സ്വാഭാവികമായിട്ടും ആ 4 വർഷത്തെ ഗ്യാപ്പ് പരിഗണിക്കുകയാണെങ്കിൽ ഈ വർഷം 2026 ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ ഹോമിയോ മെഡിക്കൽ ഓഫീസർ PSC വിളിക്കും എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. 2026 ജൂൺ ജൂലൈ മാസങ്ങളിൽ വിളിച്ചാൽ ഒരുപക്ഷെ 2027 ആദ്യ മാസങ്ങളിൽ പരീക്ഷ നടക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇതൊരു കാൽക്കുലേഷൻ, പഴയകാല ചരിത്രങ്ങൾ വെച്ചുള്ള കാൽക്കുലേഷൻ വെച്ചാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സ്പെഷ്യൽ റൂൾസ് അനുസരിച്ച് 40 വയസ്സായിരുന്നു ഇതുവരെയുള്ള അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി. കഴിഞ്ഞ ദിവസം സർക്കാർ പ്രായപരിധി ഉയർത്തി. അപ്പോൾ നമ്മുടെ പ്രായപരിധി കൂട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ PSC കഴിഞ്ഞ വർഷം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഇറക്കിയിരുന്നു. സ്പെഷ്യൽ റൂൾസിൽ നിലവിൽ പറഞ്ഞ ഉയർന്ന പ്രായപരിധിയിൽ നിന്ന് 4 വർഷം എല്ലാ കോഴ്സുകൾക്കും എന്ന് പറയുമ്പോൾ ഹോമിയോ മെഡിക്കൽ ഓഫീസർ തസ്തികയ്ക്ക് ഇനി മുതൽ അപേക്ഷിക്കാനുള്ള ഏറ്റവും ഉയർന്ന പ്രായപരിധി 44 വയസ്സാണ് ജനറൽ കാറ്റഗറിക്ക്, 47 വയസ്സാണ് ഈഴവ, മുസ്ലിം അടക്കമുള്ള OBC കാറ്റഗറിക്ക്, 49 വയസ്സാണ് SC ST കാറ്റഗറിക്ക്. അപ്പോൾ ആ പ്രായപരിധി വരെയുള്ള ഒരു 4 വർഷത്തിൻ്റെ മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം നമുക്ക് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി അവസരമില്ല എന്ന് കരുതിയിരുന്ന പല ഡോക്ടർമാർക്കും ഇനിയും അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം വരികയാണ്. അതുപോലെ PSC പ്രായം കണക്കിലാക്കുന്നത് ഓരോ വർഷവും ജനുവരി 1-ാം തീയതി കംപ്ലീറ്റ് ചെയ്ത ഏജാണ്. ഒരുപക്ഷെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജൂലൈയോ ആഗസ്റ്റോ ഒക്കെ ആണെങ്കിൽ ആ മാസം
പുതിയൊരു ഏജ് കൂടെ കൂടും എന്നുള്ളത് പ്രശ്നമാക്കേണ്ട തലേ വർഷം, ഇല്ലെങ്കിൽ ഇപ്പൊ ഈ 2026 വിളിച്ചാൽ 2026 ജനുവരി 1 നമ്മളുടെ കംപ്ലീറ്റഡ് ഏജ് ആണ് അപ്പർ ഏജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു 5000-6000 പേര് അപ്ലൈ ചെയ്യാനുണ്ടാകും. ഒരു 100-150 പേർക്കാണ് കിട്ടാൻ സാധ്യത. കാര്യം കഴിഞ്ഞ കാല ലിസ്റ്റുകളുടെയൊക്കെ കണക്ക് എനിക്ക് തോന്നുന്നു 2012 2008 PSC ലിസ്റ്റിലാണെന്ന് തോന്നുന്നു ഒരു 10-300 പേർക്ക് ഒന്നിച്ച് ജോലി കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ടൊക്കെ ബാക്കിയൊക്കെ ഒരു 100-150 പേർക്കാണ്. കാര്യം നമുക്ക് ഹോമിയോപ്പതി വകുപ്പിൽ കേരളത്തിൽ 710 ഡിസ്പെൻസറികളും 34 ആശുപത്രികളും അടക്കം ഏതാണ്ട് 825 മെഡിക്കൽ ഓഫീസർ പോസ്റ്റാണ്, ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർ പോസ്റ്റാണ് നമുക്ക് നിലവിലുള്ളത്. 825 DMOമാരൂടൊക്കെ ആകുമ്പോൾ ഏതാണ്ട് 840ഓളം DMOമാരും ഡയറക്ടറും കൂടെ ആകുമ്പോൾ 840ഓളം പോസ്റ്റ് നിലവിലുണ്ട്. അപ്പോൾ ഈ പോസ്റ്റുകളുടെ റിട്ടയർമെൻറ്റ് വരുന്ന ശരാശരി ഒരു വർഷം ഒരു 30-നടുത്ത് റിട്ടയർമെൻ്റ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയില്ല. പുതിയ ഡിസ്പെൻസറികൾ വരാനുള്ള സാധ്യതകളും പൊതുവെ കുറവാണ്. കാര്യം ഈ പറഞ്ഞ 710 ഗവൺമെൻറ് ഡിസ്പെൻസറികളും 409 NHM ഡിസ്പെൻസറികളും കൂടി ആകുമ്പോൾ തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഹോമിയോ ഡിസ്പെൻസറികളായി കഴിഞ്ഞു. കൂടാതെ SC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ 29 SCP ഡിസ്പെൻസറി, സ്പെഷ്യൽ കമ്പോണൻറ്റ് പ്ലാൻ ഡിസ്പെൻസറികളും 3 ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറികളും ഒക്കെ ആയിട്ട് കേരളത്തിൽ തന്നെ ഇപ്പം കൊല്ലം ജില്ലയിൽ തന്നെ പിറവന്തൂർ പഞ്ചായത്തിൽ 3 ഡിസ്പെൻസറികളുണ്ട്. 2 ഗവൺമെൻറ് ഡിസ്പെൻസറിയും ഒരു SCP ഡിസ്പെൻസറി, കടയ്ക്കാമെന്ന സ്ഥലത്ത് ഒരു SCP ഡിസ്പെൻസറി. അപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഒരു ഹോമിയോ ഡിസ്പെൻസറി ആയ സ്ഥിതിക്ക് ഇനി പുതിയ ഡിസ്പെൻസറികൾ അനുവദിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ഒരുപക്ഷെ ആശുപത്രികളിലൊക്കെ പ്രോജക്റ്റുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പുതിയ ഡിസ്പെൻസറികൾ, പുതിയ മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് വന്നുകൂടായികയില്ല. അതുപോലെ ഈ SCP ഡിസ്പെൻസറികളുടെ മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് ഇതുവരെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ സ്ഥിരപ്പെടുത്തി വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ അധികം പുതിയ ഡിസ്പെൻസറികളോ പുതിയ മെഡിക്കൽ ഓഫീസർ പോസ്റ്റുകളോ വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ശരാശരി ഒരു 30-നടുത്ത് അല്ലെങ്കിൽ 30 മെഡിക്കൽ ഓഫീസർമാർ ഓരോ വർഷവും റിട്ടയർ ചെയ്യുന്ന ഒരു ഒഴിവ്, അതൊരു 4 വർഷത്തിലൊരിക്കലാണ് നമ്മൾ വിളിക്കുന്നതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു 120-130 മെഡിക്കൽ ഓഫീസർമാർക്കാണ് ഒരു വർഷം ഒരു ലിസ്റ്റിൽ നിന്ന് PSC കിട്ടാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അതിൻ്റെ പരീക്ഷാ രീതികളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 1.5 മണിക്കൂറാണ്, 90 മിനിറ്റാണ് പരീക്ഷ സമയം. അപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2018-ലും 2013-ലും PSC ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവന്നിരുന്നു. 80 മാർക്ക് നമ്മളുടെ സിലബസിൽ നിന്നും 20 മാർക്ക് ജനറൽ നോളജിൽ. അതൊരു ചരിത്രമുണ്ട്, അതൊക്കെ നമുക്ക് എല്ലാവർക്കും പത്രങ്ങളിലൊക്കെ വായിച്ചതാണ്. 2010 അസിസ്റ്റന്റ് സർജന്മാരുടെ ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ PSC മെമ്പർമാർ വെറുതെ കാഷ്വലായിട്ട് ഗാന്ധിജിയുടെ ജന്മസ്ഥലവും ഗാന്ധി ജയന്തിയും ഒക്കെ ചോദിച്ചപ്പോൾ MBBS കഴിഞ്ഞ അസിസ്റ്റന്റ് സർജന്മാർക്ക് പലർക്കും അതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതോടെയാണ് അന്നത്തെ PSC ചെയർമാനാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ജനറൽ നോളജ് എന്ന് വെച്ചാൽ സാധാരണ കാര്യങ്ങളല്ല, ഇന്ത്യ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി. അതിൽ തന്നെ കേരള ഹിസ്റ്ററി മൊത്തത്തിൽ പഠിക്കാനല്ല, ഓരോ പരീക്ഷയ്ക്കും അതിൻ്റെ സിലബസ് അവർ പറയും. കഴിഞ്ഞ 2018 റിനേസൻസ് ഇൻ കേരള എന്നായിരുന്നു, കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചായിരുന്നു. ഇന്ത്യ ഹിസ്റ്ററിയിൽ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഇന്ത്യ ചരിത്രം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രഷറും നമ്മളും സംഘടനകളും ഒക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇപ്പോൾ ആ സംവിധാനം ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 100 മാർക്കിൻ്റെയും ഹോമിയോപ്പതി സിലബസ് BHMS സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. ജനറൽ നോളജ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഹോമിയോപ്പതി സിലബസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2022 കഴിഞ്ഞ PSC പരീക്ഷയ്ക്ക് മുമ്പുള്ള സിലബസ് എന്ന് പറഞ്ഞാൽ അവരെന്ത് വേണേലും ചോദിക്കാം. ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ യുക്തം അനുസരിച്ചോ, ചിലപ്പോൾ പ്രാക്ടീസ് മെഡിസിൻ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ, ചിലപ്പോൾ ഓർഗനോമിക് മെഡിസിനിൽ നിന്ന് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ വരാം, ചിലപ്പോൾ 50 മാർക്കിന് മെട്രിയോമെഡിക്കൽ ചോദിക്കാം. പക്ഷേ ഇപ്പോൾ ആ രീതിയൊക്കെ പൂർണ്ണമായും മാറി. കൃത്യമായിട്ട് ഓരോ വിഷയത്തിനും എത്ര മാർക്ക് ചോദിക്കും എന്ന് PSC കൃത്യമായിട്ട് സിലബസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് വളരെ സൗകര്യപ്രദമായ രീതിയിലാണ്. നമുക്കത് ആ സിലബസിൽ ഒരു
ഒരു 6-7 പേജുള്ള ഡീറ്റെയിൽഡ് സിലബസ് തന്നെ അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും. അതിൽ നിന്ന് ചിലപ്പോൾ മാറ്റം വരാം എന്നൊരു ഒരു വാക്ക് അവസാനം അവർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഒരിക്കൽ പോലും മാറ്റം വരാറില്ല. അതായത് ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് 55 മാർക്ക് ഹോമിയോപ്പതി സബ്ജക്റ്റും 45 മാർക്ക് നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റും. 55 മാർക്ക് ഹോമിയോപ്പതി സബ്ജക്റ്റുകൾ, അതായത് ഓർഗൻ ഓഫ് മെഡിസിൻ, മെട്രിയാമെഡിക്ക, റെപ്പർട്ടറി, ഈ 3 സബ്ജക്റ്റുകൾക്കും 15 മാർക്ക് വീതവും, ഫാർമസി 10 മാർക്കും. ഇതിങ്ങനെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ, ഒരു സംശയമില്ല. മാർക്കിന്റെ ഡിവിഷനിലൊന്നും ഒരു മാറ്റവും വരത്തില്ല. ഓർഗൻ ഓഫ് മെഡിസിന് 15, റെപ്പർട്ടറി 15, മെട്രിയാമെഡിക്ക 15, ഫാർമസി 10. അങ്ങനെ ഹോമിയോപ്പതി സബ്ജക്റ്റ് 55 മാർക്കും നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റ് 45 മാർക്ക്. ഈ നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റിൽ തന്നെ പ്രാക്ടീസ് മെഡിസിൻ 10 മാർക്ക്, കമ്മ്യൂണിറ്റി മെഡിസിൻ 8 മാർക്ക്, 7 മാർക്ക് പതോളജി, പാരസൈറ്റോളജി, മൈക്രോബയോളജി. അങ്ങനെ 25 മാർക്ക് അതങ്ങ് പോകും. ബാക്കി 20 മാർക്കാണ് ബാക്കി എല്ലാ സബ്ജക്റ്റൂടെ. അതിൽ ഫിസിയോളജി, ബയോകെമിസ്ട്രി 5, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി 5, സർജറി 4, അനാറ്റമിയും ഫോറൻസിക് മെഡിസിനും 3. ഈ രീതിയിലാണ് മാർക്കിന്റെ ഡിവിഷൻ. ഇതിങ്ങനെ തന്നെ ആയിരിക്കും. മാർക്ക് കൃത്യമായിട്ട് ഈ രീതിയിലുള്ള മാർക്ക് തന്നെ ആയിരിക്കും. അത് 2022 വിളിച്ച് 2023 നടന്ന PSCയിലും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ESIയിലേക്ക് നടന്ന ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് വിളിച്ചപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ഇതിൽ തന്നെ ഓരോ സിലബസും അവർ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സമയം കിട്ടുകയാണെങ്കിൽ നമുക്കത് പറയാം. ഞാനൊരു ഉദാഹരണത്തിന് ഞാൻ ഓർഗൻ ഓഫ് മെഡിസിൻ്റെ സിലബസ് ഒന്ന് വായിച്ചേക്കാം. ഫസ്റ്റ്, ഹിസ്റ്ററി ഓഫ് മെഡിസിൻ. നമ്മൾ പലപ്പോഴും പരിഗണിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് മെഡിസിൻ്റെ ഹിസ്റ്ററി. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ആഴ്ചയിൽ മിനിഞ്ഞാന്ന് പാലക്കാട് NHMൽ നടന്ന ഒരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഹു ഈസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? പലരും ഹിപ്പോക്രാറ്റസിന്റെ പേരുണ്ട്, സിഡൻഹാമിന്റെ പേരുണ്ട്, എന്തൊക്കെയോ ചോയ്സസ് ഉണ്ട്. കാര്യം ക്വസ്റ്റ്യൻ പുറത്തു വന്നില്ല, ക്വസ്റ്റ്യൻ പേപ്പർ അവർ പുറത്തു കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ചോയ്സസ് കൃത്യമായിട്ട് അറിയില്ല. ആദ്യം എന്നോട് ചോദിക്കുമ്പോഴേ എനിക്കും നമ്മുടെ ഒരു ഐഡിയ ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ ആണ് ഹിപ്പോക്രാറ്റസ് എന്നാണ്. പക്ഷേ ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ് തന്നെയാണ്. അതുപോലെ അതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു പരീക്ഷയ്ക്ക് PSC അല്ല, ഹു ഈസ് കാൾഡ് ദ ബ്രിട്ടീഷ് ഹിപ്പോക്രാറ്റസ് ഓർ ഹിപ്പോക്രാറ്റസ് ഫ്രം ഇംഗ്ലണ്ട്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അത് സിഡൻഹാം ആണെന്ന് പിന്നീട് എപ്പോഴോ. അപ്പം ഇങ്ങനെയുള്ള ഹിസ്റ്ററി ഓഫ് മെഡിസിനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് അവർ സിലബസിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൈഫ് ഹിസ്റ്ററി ഓഫ് ഡോക്ടർ സാമുവൽ ഹനുമാൻ, ഹിസ് കോൺട്രിബ്യൂഷൻസ്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹോമിയോപ്പതി, ഹോമിയോപ്പതി പ്രൊഫൈലാക്സിസ്, അങ്ങനെ ഒരു ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഹനുമാൻ ആദ്യം കണ്ടുപിടിച്ച പ്രൊഫൈലാക്സിസ് ഏതാണെന്നും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് ഏത് അസുഖത്തിനാണെന്നും ഒക്കെയുള്ള ഭാഗങ്ങളൊക്കെയാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിഫറെൻറ്റ് എഡിഷൻസ് ഓഫ് ഓർഗൻ ഓഫ് മെഡിസിൻ, പയനിയേഴ്സ് ഓഫ് ഹോമിയോപ്പതി. പയനിയേഴ്സ് ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ സ്റ്റുവർട്ട് ക്ലോസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് വരെ ചോദിച്ച പരീക്ഷയുണ്ട്. അല്ലെങ്കിൽ H. റോബർട്ടിൻ്റെ ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ESIയിലെ പരീക്ഷയ്ക്ക് അതുണ്ടായിരുന്നു തോന്നുന്നു. പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഹോമിയോപ്പതി, അത് ആരുടെ ടെക്സ്റ്റ് ബുക്കാണെന്ന്. അതുപോലെ ഡൺഹാമിൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. ദെൻ അഫോറിസംസ്, ക്രോണിക് മയാസംസ്, ക്രോണിക് ഡിസീസസ്, ക്രോണിക് മയാസം, ഹോമിയോപ്പതി ഫിലോസഫി, കോൺട്രിബ്യൂഷൻസ് ഓഫ് ഡോക്ടർ J. T. Kent, ഡോക്ടർ H. റോബർട്ട്, സ്റ്റുവർട്ട് ക്ലോസ്, റിച്ചാർഡ് ഹ്യൂസ്, ഒപ്പം ഫിലോസഫി ആൻഡ് സൈക്കോളജി. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ഓരോ വിഷയത്തിൻ്റെയും ഈ രീതിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ നമുക്ക് എങ്ങനെ പഠിക്കണം, ഇല്ല എന്ത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഏതൊക്കെ വിഷയങ്ങൾക്ക്, ഇപ്പം നമുക്കറിയാം മെട്രിയാമെഡിക്കൊക്കെ എത്ര സമയം ചെലവഴിച്ചാലും മെട്രിയാമെഡിക്ക നമ്മൾ പഠിച്ചു തീരില്ല. പക്ഷേ റെപ്പർട്ടറിയെ സംബന്ധിച്ച് ഇല്ലെങ്കിൽ ഫാർമസിയെ സംബന്ധിച്ച് നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ആ പോർഷൻ മൊത്തം കവർ ചെയ്യാൻ പറ്റും. 10 മാർക്ക് ഫാർമസി കിട്ടുകയും ചെയ്യും. റെപ്പർട്ടറിയെ സംബന്ധിച്ച് 15 മാർക്ക് കിട്ടും. ഓർഗനോണും അത് തന്നെ. ഒരു മെട്രിയാമെഡിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിലബസ് കുറവാണ്. അപ്പം കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ പ്രാക്ടീസ് മെഡിസിൻ ഒരു വലിയ വാസ്റ്റ് സബ്ജക്റ്റ് ആണ് എങ്കിൽ പോലും 10 മാർക്കിന് അതിൽ നിന്ന് മാർക്ക് കിട്ടും. അതുപോലെ കമ്മ്യൂണിറ്റി മെഡിസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ പതോളജി, പാരസൈറ്റോളജിക്ക് 7 മാർക്ക്. അപ്പോൾ ഈ രീതിയിൽ മാർക്കിൻ്റെ ഡിവിഷൻ കൃത്യമായിട്ട്, ഇതൊന്നും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. മുൻകാലങ്ങളിൽ
BHMS സിലബസ് എന്ന് മാത്രം, ഇല്ലെങ്കിൽ ആസ് പെർ ദ സിലബസ് ഓഫ് ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് മാത്രമേ PSC പറഞ്ഞിരുന്നുള്ളൂ. ഇപ്പോൾ പക്ഷേ വളരെ കൃത്യമായിട്ട് സിലബസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഈസിയാണ്. പിന്നെ കറക്റ്റ് ആൻസറിന് 1 മാർക്കാണ്, റോങ് ആൻസറിന് മൈനസ് ഉണ്ട്, അത് 1/3 മാർക്കാണ്. 3 ആൻസർ റോങ് ആയാൽ 1 മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരീക്ഷയുടെ പൊതുവായ ചില വിവരങ്ങൾ. അപ്പോൾ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങിയാൽ, പ്രത്യേകിച്ച് അതിൻ്റെ സിലബസ് ഒക്കെ മനസ്സിലാക്കി പഠിച്ചു തുടങ്ങിയാൽ, തീർച്ചയായിട്ടും ഹോമിയോ മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബാലികേറാമലയൊന്നുമല്ല. ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് ഒരു ബാലികേറാമലയൊന്നുമല്ല. NHM-ലും NAM-ലും ഒക്കെ, NAM-ൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 1 വർഷം മുമ്പ്, എനിക്ക് തോന്നുന്നു 2024 പകുതിയിലാണെന്ന് തോന്നുന്നു, NAM-ലേക്ക് ഒരു വലിയ വിശദമായ പരീക്ഷ നടത്തിയിരുന്നു. അതിൽ ഏകദേശം 150-നും 200-നും ഇടയിൽ ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു, എല്ലാ ജില്ലകളിലുമായിട്ട്. ഇപ്പം ഇനി NAM-ൽ വലിയ പോസ്റ്റിംഗ് വരാൻ സാധ്യതയില്ല. കാര്യം ഇനി ഇവരൊക്കെ ഇതിലാരെങ്കിലുമൊക്കെ മെഡിക്കൽ ഓഫീസർ പോസ്റ്റിലേക്കോ മറ്റോ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒഴിവുകളിലാണ് ഇത്തരം ഡോക്ടർമാരെ വിളിക്കാൻ സാധ്യത. കാര്യം NAM-ലേക്ക് ഇപ്പോൾ കാര്യമായ പോസ്റ്റിംഗ് മെഡിക്കൽ ഓഫീസറായിട്ട് വിളിക്കാനുള്ള സാധ്യത, ഇപ്പോൾ പ്രോജക്റ്റ് കോർഡിനേറ്റേഴ്സ് എന്നും അതുപോലെ PG മെഡിക്കൽ ഓഫീസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർമാരെ വിളിക്കുന്നുണ്ട്. അല്ലാതെ വിളിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ NHM മിക്കവാറും എല്ലാ ജില്ലകളിലും റിട്ടയർമെൻ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. NHM-ൽ ഈ അടുത്ത കാലത്ത് മിക്കവാറും എല്ലാ ജില്ലകളും, കൊല്ലം ജില്ല വിളിച്ചിരുന്നു, അവിടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു, 4 പേരെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം 17, 18 റാങ്ക് വരെയുള്ള 2 പേരെ ഒന്നിച്ചെടുത്തു. അപ്പോൾ അത്രയും റാങ്ക് അവിടെ മുന്നോട്ട് പോയി. കാസർഗോഡ് ജില്ലയിൽ ഞാൻ DMO ആയിട്ടിരിക്കുമ്പോൾ അവിടെ 19 മെഡിക്കൽ ഓഫീസർമാരുണ്ടായിരുന്നു. അതിൽ അന്നുണ്ടായിരുന്നതിൽ 7 പേര് മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. പുതിയ ലിസ്റ്റിൽ നിന്ന് എടുത്ത 12 പേരാണ്. കാര്യം ബാക്കിയുള്ളവരെല്ലാം പല ജില്ലകളിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. മറ്റ് ജില്ലകളിലുള്ളവരായിരുന്നു. കൊല്ലം ജില്ലയിൽ ഒരാൾ വന്നു, കോട്ടയം ജില്ലയിൽ 3 പേര് വന്നു. അങ്ങനെ അവിടെയും കുറേയേറെ ഒഴിവുകൾ വന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ വിളിച്ചിരുന്നു, വയനാടും കണ്ണൂർ ജില്ലയിൽ വിളിച്ച അതേ ദിവസം തന്നെയായിരുന്നു വയനാട് വിളിച്ചത്. അപ്പം ജില്ലകളിലെല്ലാം NHM-ന്റെ പരീക്ഷകൾ നടക്കുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ, ഇടുക്കി ജില്ലയിലൊക്കെ പരീക്ഷ വരാനുണ്ട്. ആലപ്പുഴ ജില്ലയിൽ എനിക്ക് തോന്നുന്നു റിട്ടേൺ കഴിഞ്ഞു എന്ന് തോന്നുന്നു, ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്യുന്നു. അപ്പം NHM-ൽ ഒഴിവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം NHM-ൽ 2010 എടുത്ത ഡോക്ടർമാർ അന്ന് ഏജൊന്നും അത്ര ഒരു ബാറായിട്ട് വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവരിൽ പലരും റിട്ടയർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് NHM മെഡിക്കൽ ഓഫീസറായിട്ട് പരീക്ഷകൾ അതാത് ജില്ലകളിൽ പരീക്ഷ നടത്താനുള്ള സാധ്യതയുണ്ട്. NAM-ൽ ഇനി ഉടനെ ഒന്നും ഒരു മെഡിക്കൽ ഓഫീസർ തസ്തിക വിളിക്കാനുള്ള സാധ്യതയില്ല. നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് ഇപ്പോഴും പോസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഇന്നലെയും കണ്ണൂർ ഒരാളിനെ പോസ്റ്റ് ചെയ്തതായിട്ട് വിവരം കിട്ടിയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്കുള്ള നമ്മളുടെ ഒരു പരീക്ഷയെക്കുറിച്ച് പൊതുവായ കുറച്ച് കാര്യങ്ങൾ. ഷൈല ഡോക്ടറെ, നമ്മൾ ഡിസ്കഷന്റെ സമയത്തിലേക്ക് പോകാറായോ അതോ? ഡിസ്കഷന്റെ സമയമായിട്ടില്ല. ഇല്ല, ഒരു ഓക്കെ 15 മിനിറ്റോ 20 മിനിറ്റോ നമുക്ക് കൊടുക്കാം. കാരണം ഓക്കെ ഈ എന്താണ്, ജോലി കാത്തിരിക്കുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിന് നമുക്ക് കുറച്ചുകൂടെ സമയം ഡോക്ടർക്ക് എന്തെങ്കിലും പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ മറ്റ് ഈ പറഞ്ഞ സിലബസിന്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം കടക്കുന്നില്ല. കാര്യം അത് പറയാൻ തുടങ്ങിയാൽ ഇന്നത്തെ ദിവസം മൊത്തം പറഞ്ഞു തീരത്തില്ല. കാര്യം കുറേയേറെ ഓരോ വിഷയങ്ങളിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സിലബസ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വിഷയങ്ങളും അതിൻ്റെതായ സീരിയസ്നെസ്സിൽ ബേസിക് ആയിട്ട്, പഴയ കാലത്ത് ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ ആദ്യകാലത്ത് MCQ ഒക്കെ തുടങ്ങിയ കാലത്ത് വെറുതെ നെയിമിങ് ചോദിച്ചിരുന്നു. ഇപ്പം ഫസ്റ്റ് ബോൺ ടു ഓസിഫൈ ഇല്ലെങ്കിൽ ദ ഓൺലി ലോങ് ബോൺ വിച്ച് ലൈസ് ഹൊറിസോണ്ടലി ഇൻ ദ ഹ്യൂമൻ ബോഡി, അങ്ങനെയൊക്കെയുള്ള പേരുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ രീതിയൊക്കെ മാറിയിട്ട് ഒരു AIPGT ലൈനിലേക്ക്, പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ ESA-യിലെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്ക് അറിയാം, ഒരു AIPGT ലൈനിലേക്ക് അസർട്ടേഷൻ റീസണിങ് രീതി അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ നമ്മൾ ഒരു കാര്യം അറിഞ്ഞാൽ പോരാ, 4-3 മാച്ച് ചെയ്യാൻ കുറച്ചെങ്കിലും അതിനകത്ത് അറിഞ്ഞെങ്കിലേ കുറച്ച് നമുക്ക് എഴുതി വിടാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ MCQs പഠിച്ചു പോയാൽ പരീക്ഷ പാസ്സാകാൻ പറ്റും എന്ന് കരുതരുത്. ഡീപ്പായിട്ട് സബ്ജക്റ്റ് ഓരോ ഭാഗവും
വളരെ വിശദമായി ഇതുപോലുള്ള വേർഡ് ക്വസ്റ്റ്യൻസ് കിട്ടത്തില്ലെന്നല്ല. ഇപ്പം ബ്ലഡിന്റെ pH എത്ര, ഇല്ലെങ്കിൽ പിന്നെ നോർമൽ വാല്യൂസ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നോ രണ്ടോ ഒക്കെ കാണും. പക്ഷെ കൂടുതൽ ക്വസ്റ്റ്യൻസും അതിന്റെ ഡെപ്തിലേക്ക് പോയിട്ട് അസർട്ടേഷൻ റീസണിങ്, ഇല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അത് കമ്പൈൻ ചെയ്തിട്ട് അത് കറക്റ്റ്, എ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ, ബി സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ, ഇല്ല എയും ബിയും കറക്റ്റ് ആണോ, ആ രീതിയിലുള്ള ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ MCQ മോഡലിൽ റാങ്ക് ഫയലുകൾ നോക്കി പഠിച്ചു പോയാലൊന്നും ഇനിയുള്ള കാലത്ത് പരീക്ഷ എഴുതാൻ പറ്റില്ല. കുറച്ചുകൂടി ഓരോ വിഷയങ്ങളും. അപ്പോൾ പുതുതായി ഇറങ്ങിയ ഡോക്ടർമാർ പ്രത്യേകിച്ചും അവർ എല്ലാം പഠിച്ചു ഇല്ലെങ്കിൽ ഒരു ഫ്രഷായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് അനാറ്റമി തൊട്ട്, ഇല്ലെങ്കിൽ അനാറ്റമിക്കൊക്കെ 3 മാർക്കോ 4 മാർക്കേ ഉള്ളൂ, അനാറ്റമിയും ഫോറൻസിക് മെഡിസിനും 3 മാർക്ക് വീതമേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ഒഴിവാക്കി വെച്ചിട്ട് ബേസിക് സബ്ജക്റ്റുകൾ, ഓർഗനോണും മെട്രിയാമഡിക്കയും നമ്മുടെ പ്രാക്ടീസ് മെഡിസിനും കമ്മ്യൂണിറ്റി മെഡിസിനൊക്കെ നിങ്ങൾക്കറിയാം. ഏറ്റവും പുതിയ പാർക്കിന്റെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉള്ള 9ാമത്തെ എഡിഷനോ 8ാമത്തെ എഡിഷനോ ഒക്കെയാണ് ഞാനൊക്കെ പഠിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 30ഓ 32ഓ ഒക്കെ ആയിട്ടുണ്ട്. എഡിഷൻസ് ഓരോ വർഷവും പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിറ്റി മെഡിസിന്റെ ഓരോ എഡിഷനിലും പുതിയ ചേഞ്ചസും വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം നമുക്കറിയാം, പബ്ലിക് ഹെൽത്തും മെഡിസിന്റെ ആ ഒരു രീതികൾ മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ പുസ്തകങ്ങൾ, അത് ഏറ്റവും പുതിയ പുസ്തകങ്ങൾ വാങ്ങിവെച്ച് ആ രീതിയിൽ ബേസിക്കായിട്ട് സബ്ജക്റ്റുകൾ പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് പരീക്ഷ എഴുതി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഞാനൊക്കെ എഴുതുന്ന സമയത്ത് ഞാനൊക്കെ പറയുമായിരുന്നു, ഏറ്റവും ഉഴപ്പൻ മാർക്ക് ഒന്നും പഠിക്കാത്തവർക്ക് കിട്ടുന്നതാണ് മെഡിക്കൽ ഓഫീസർ എന്ന്. പക്ഷേ ഇനിയുള്ള കാലം അതൊന്നും നടക്കില്ല. കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പഠിച്ച് അത് എഴുതി വെച്ച് പരീക്ഷ സമയത്ത് റിവൈസ് ചെയ്യത്തക്കോണം. നമ്മളിപ്പോൾ അവസാനം കുറേയേറെ കാര്യം, ഒരു കടലോളം സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം അവസാനം പുസ്തകത്തിലോ ഇല്ലെങ്കിൽ നോട്ട്സിലോ നോക്കി റിവൈസ് ചെയ്യാമെന്നൊക്കെ നടക്കില്ല. അപ്പം പോയിന്റ്സ് എഴുതി വെച്ച് പരീക്ഷ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ റിവൈസ് ചെയ്യാനുള്ള ഒരു രീതി നമ്മൾ ഫോളോ ചെയ്താലേ പറ്റുകയുള്ളൂ. അതുപോലെ മെട്രിയാമഡിക്ക നമ്മൾ എത്ര നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞാലും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് സംശയങ്ങൾ തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മെട്രിയാമഡിക്കയും ഓരോ ഡ്രഗ് ബൈ ഡ്രഗ്, അതുപോലെ പഴയകാല ഡോക്ടർമാർ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പുതിയ ഒരു സിലബസിലുള്ള ഡ്രഗ്സ് ആണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയകാല ഡോക്ടർമാരെന്ന് പറയുമ്പോൾ ഒരു 2015 ഒക്കെ പഠിച്ചിറങ്ങിയ ഡോക്ടർമാരുടെ അന്ന് പഠിച്ച മെഡിസിൻസ് മാത്രമല്ല ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ പുതിയ നമ്മുടെ NCHന്റെ പുതിയ സിലബസ് അനുസരിച്ചുള്ള മെട്രിയാമഡിക്ക ഡ്രഗ്സ്, അത് കുറച്ച് വ്യത്യാസമുണ്ട്. പഴയ പഠിച്ചതിന് കുറച്ചുകൂടെ അധികം വന്നിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ ബയോകെമിക് മെഡിസിൻസ് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ച് ഓരോ മെഡിസിനും 1 by 1 ആയിട്ട്, അത് പോളിക്രിസ്റ്റ് ആയാലും ചെറിയ മെഡിസിൻസ് ആയാലും 1 by 1 ആയിട്ട് അതിൻ്റെ റിലേഷൻസും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും മെഡിസിൻ്റെ മൊഡാലിറ്റീസ് വരെ പഠിച്ച്, കീനോട്ട് പഠിക്കുകയാണെങ്കിൽ മെഡിസിൻ്റെ മൊഡാലിറ്റീസ് വരെ പഠിച്ചിട്ട് അതിൻ്റെ താഴെയുള്ള ഭാഗം വിട്ടുകളയുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് ആ റിലേഷൻസ് പാർട്ടിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക, എഴുതി വയ്ക്കുക. അതുപോലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് വേണമെങ്കിൽ ഒരു മാർക്കർ പെന്നൊക്കെ വെച്ചിട്ട് മെട്രിയാമഡിക്കയിലുള്ള പോയിന്റ്സ്, അത് കീനോട്ടിനകത്ത് ഇറ്റാലിക്സിലും ബോൾഡിലും ഒക്കെ കിടപ്പുണ്ട്. അതും അല്ലാതെയും ചില സിംറ്റംസ്, പ്രോമിനൻ്റ് ആയിട്ടുള്ള സിംറ്റംസ്, അത് മാർക്കർ വെച്ച് മാർക്ക് ചെയ്ത് വെച്ച് ആവശ്യമുള്ളത് വേണമെങ്കിൽ നമ്മുടെ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി തയ്യാറാക്കി പോയാൽ ആ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് പഠിത്തം ഉണ്ടെങ്കിലേ മെട്രിയാമഡിക്കയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുപോലെ എല്ലാ വിഷയങ്ങളും ആ രീതിയിൽ നോട്ട്സ് ഉണ്ടാക്കി ഒരു റിവിഷന് വേണ്ടി തയ്യാറെടുത്ത് പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലാതെ ഒരു അവസാന നിമിഷം, ഇപ്പം നമ്മുടെയൊക്കെ ഗ്രൂപ്പുകളിൽ നമ്മൾ ദിവസവും ഒരു 300-400 MCQs ടെലഗ്രാമിൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചെയ്യുന്നുണ്ട്. വേറെ ഒരു 10ഓളം ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട്. ഹോമിയോ ഗുരുജി, ഹോമിയോ മന്ത്ര, നമ്മുടേത് സക്സസ് MCQ കോർണർ, ഹോമിയോ സ്റ്റാർ, ഹോമിയോ ഗ്രാം, ഹോമിയോ പീഡിയ, ഇങ്ങനെ ഒരു 10ഓളം ടെലഗ്രാം ഗ്രൂപ്പുകളിൽ എല്ലാ ദിവസവും MCQs പോകുന്നുണ്ട്. നമ്മളും എല്ലാ ദിവസവും, ഇപ്പം ഞാനിപ്പോൾ ഈ ക്ലാസ്സിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു 120 ക്വസ്റ്റ്യൻ, എൻ്റെ ക്വസ്റ്റ്യൻസ് കൂടുതലും 30 വീതമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഒരു അല്പസമയം നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ ഒരു 9:30-ക്ക് എല്ലാ ഗ്രൂപ്പിലേക്കും, നമുക്കൊരു 4-5 ഗ്രൂപ്പുണ്ട്, എല്ലാ ഗ്രൂപ്പിലേക്കും ഒരു 120ന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ക്ലാസ്സിലേക്ക് കയറിയത്. കാര്യം അവർ കഴിയുമ്പോഴേക്കും എനിക്ക് തിരിച്ചു ചെല്ലണം. 10:30 ആകുമ്പോഴത്തേക്ക് അവർ തിരിച്ചു ചെല്ലും, എനിക്ക് തിരിച്ചിറങ്ങണം.
അപ്പോൾ ഡോക്ടറെ, നമുക്കേ ഡിസ്കഷന് വേണ്ടി ഓരോരുത്തരെ ഒന്ന് അനൗൺസ് ചെയ്തിട്ട് ഡോക്ടർക്ക് പറയാം. ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുന്ന മുറയ്ക്ക് അവരെ വിളിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഓ, ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള MCQs മാത്രം ചെയ്യുന്നത് കഴിഞ്ഞ പരീക്ഷ വരെയും കുറച്ച് ഗുണം ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ESIയുടെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ആ MCQസിൻ്റെ ഒക്കെ രീതി ഒന്ന് മാറ്റിയെടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ പുതിയ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്ന ഇതിലേക്കാണ്. ഹോമിയോ ഗുരുജിയുടെ പിന്നെ ഡോക്ടർ ഹോമിയോ ഗുരുജി കേരളത്തിലെ ഒരു വലിയ ഗ്രൂപ്പാണ്. കൊല്ലംകാരൻ തന്നെ, പുനലൂരുള്ള ഡോക്ടർ ജെയ്സൺ ജോസഫ്, ജെയ്സൺ ആണ്. ജെയ്സണുമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ജെയ്സണും ക്വസ്റ്റിൻ്റെ പാറ്റേണൊക്കെ മാറ്റുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ പുതിയതായി ചില ശ്രമങ്ങൾ നടത്തിയാൽ മാത്രമേ നമുക്ക് വരും കാലങ്ങളിലുള്ള PSC പരീക്ഷ ക്രാക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ അടുത്ത ക്ലാസ് ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിരിക്കും. പറ്റുമെങ്കിൽ കഴിഞ്ഞ PSC പരീക്ഷയിൽ കഴിഞ്ഞ 2022 വിളിച്ച് 23 ജൂൺ 26 ആയിരുന്നു കഴിഞ്ഞ PSC നടന്നത്. അവരുടെ ലിസ്റ്റ് വന്നത് 2024 ഡിസംബർ 19 അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ഡോക്ടർ പ്രേം ദീഷ്ണ പ്രീതം, പ്രേമിനെയും അല്ലെങ്കിൽ അമൃത, സെക്കൻഡ് റാങ്ക് അമൃത. ഇവരെ ആരെങ്കിലും നമുക്ക് അവരെങ്ങനെ പരീക്ഷ പാസ്സായി അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ആ റാങ്ക് കിട്ടാൻ കാരണമായി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഈ പറഞ്ഞ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഓർഗനോണ്ട് സിലബസ് മാത്രമാണ് ഒന്ന് വായിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 120ഓളം ഡോക്ടർമാരുണ്ട്. അതിലൊരു 10-70 പേരെങ്കിലും പുതിയ PSC പരീക്ഷയെ താല്പര്യപൂർവ്വം കാണുന്ന അല്ലെങ്കിൽ PSC പരീക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അവർക്കുള്ള സംശയങ്ങൾ ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞതിനോട് ആഡ് ചെയ്യാനുള്ളത് ഡോക്ടർ ഷൈലയ്ക്കും ഡോക്ടർ മനോജ് GSനും ഒക്കെയാണ്. കാര്യം അവരൊക്കെ മെഡിക്കൽ ഓഫീസർമാരായിട്ട് ഈ പറഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഷൈല ഡോക്ടർ ഏത് PSC ആയിരുന്നു, ഏത് വർഷമാണ്? ഞാൻ ഡോക്ടർ 2002 പറഞ്ഞു. അതിന് തൊട്ട് മുമ്പ് ഒരു PSC ഉണ്ടായിരുന്നു ഡോക്ടറെ. ഞാൻ ഓക്കെ. വർഷം ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല. കാരണം 2004 ഞാന് കയറി. ഈ 2002 വിളിച്ചതാണ് ഞാൻ. 2002 എന്ന് പറഞ്ഞ് 2002 കോൾ ഫോർ ചെയ്തതാണ്. അതിന്റെ പരീക്ഷ എന്നാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. 2002 PSC. ഓക്കെ, 2004 പോസ്റ്റിംഗ് ആയി തുടങ്ങിയതിലാണ്. ഓക്കെ. അത് ഞാൻ പറഞ്ഞ 2002 PSC ആണ്. അത് 95 ശേഷം പിന്നെ അന്നാളാണ് വിളിക്കുന്നത്. അപ്പോൾ അതുപോലെ മനോജ് ഡോക്ടറും അവര് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഡിസ്കഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അത് കഴിഞ്ഞിട്ട് എല്ലാ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഹാൻഡ് റൈസ് ചെയ്താൽ മാത്രമേ നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് തോന്നുന്നു. അതെ, അപ്പൊ അതായിരിക്കും നമുക്ക് സൗകര്യം. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ അശോക് കുമാർ ഡോക്ടർ പറഞ്ഞത് എല്ലാ പാർട്ടിസിപ്പൻസും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും ഡോക്ടറോട് ചോദിക്കാം. നിങ്ങൾക്ക് അത് സംശയ ദൂരീകരണത്തിന് നല്ലൊരു അവസരമാണ്. അപ്പോൾ ചോദിക്കാനുള്ള ചോദ്യങ്ങളും ആയിട്ട് റെഡിയായിരിക്കുക. നിങ്ങളിലേക്ക് വരാം. അപ്പൊ ഇപ്പൊ മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് ഡോക്ടർ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ PSC പഠിത്തത്തിന് മാത്രം ആ ക്ലാസ്സുകളിൽ മാത്രമല്ല നിങ്ങൾ പങ്കെടുക്കേണ്ടത്. IFPH തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഈ ക്ലാസ്സുകളൊക്കെ തന്നെ സൗജന്യമായിട്ട് ഈ ചാനലിൽ നടത്തി പോകുന്നതാണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് മേഖലയിൽ നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകൾ പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ ദിവസവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുമ്പോഴെങ്കിലും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോഴെങ്കിലും ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും മെഡിക്കൽ ഓഫീസർ ആഗ്രഹവും മോഹങ്ങളും ഒരു സമയത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു നല്ല പ്രാക്ടീഷണർ എന്നുള്ള നിലയിൽ മുന്നോട്ട് വരാൻ IFPHന്റെ സെമിനാറുകൾ അല്ലെങ്കിൽ ഈ വെബിനാറുകൾ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് നിങ്ങളൊരു 10 ദിവസം നിങ്ങളൊന്ന് തുടർച്ചയായിട്ട് ഈ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, മനോജ് ഡോക്ടർ പറഞ്ഞോളൂ. ആദ്യമായിട്ട് IR അശോക ഡോക്ടർ അഭിനന്ദനങ്ങൾ. കാരണം ഹോമിയോപ്പതി ഇല്ലാതിരുന്നൊരു കാര്യം ഡോക്ടർ ഇപ്പോൾ ചെയ്യുന്നത് ഇത് പ്രൊഫഷണലിസം, അതായത് കരിയർ ഗൈഡൻസ്. നമ്മുടെ ശാരദാക്ഷരാണ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം മുമ്പോട്ട് എനിക്ക് അറിയില്ല. ഇത് വളരെ മുമ്പേ ചെയ്യേണ്ട കാര്യമായിരുന്നു. ഇപ്പൊ ഞാനൊക്കെ നേരത്തെ പറഞ്ഞ രക്തസാക്ഷികളായ കൂട്ടത്തിലാണ്. അതായത് നമ്മൾ കോഴ്സ് നീണ്ടുപോയപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗ്രൂപ്പ് പരീക്ഷ എഴുതിക്കൊണ്ട് പോയത്. പിന്നെ അന്നത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ശരിയാവില്ല. കാരണം പലരെ വിഷമിപ്പിക്കാണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ
ആ ഒരു സമീപനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ കുട്ടികൾ ഇപ്പൊ ഡോക്ടർ നല്ല അനാലിസിസ് നടത്തി. ഒരു PSC കഴിഞ്ഞ് എത്ര ഗ്യാപ്പിലാണ് അടുത്തത് വന്നു, എത്ര കുട്ടികൾ കിട്ടുന്നുണ്ട്, നല്ല അനാലിസിസ് ആണ്. മാത്രമല്ല ഇത് അടുത്ത പേ കമ്മീഷൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതായത് ഇപ്പൊ 130 പേരെ ഒരു 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 4 വർഷം കൂടുമ്പോൾ എടുക്കാൻ കഴിയുന്നു. നേരെ അവിടുത്തെ അലോപ്പതിയിൽ ഒരു വർഷം 5000 പേർ ഇറങ്ങുകയാണ്. 5 അപ്പോൾ 5000 പേരോടാണ്. അപ്പൊ യഥാർത്ഥത്തിൽ പേ കമ്മീഷൻ, ശമ്പള കമ്മീഷൻ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് വാരികോരി കൊടുക്കുകയാണ്, ചുമ്മാ കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഇയാളുണ്ടല്ലോ സുൽഫി പറഞ്ഞ പോലെ വീട്ടുജോലിക്കാർക്ക് കിട്ടുന്ന കാശ് പോലും അവർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ സത്യമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യത്തിന് ഈ ഒരു ആസ്പെക്ട് ഡോക്ടർ നല്ലൊരു അനാലിസിസ് എടുത്തിയ അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ഇന്നിപ്പോ സിവിൽ സർവീസ് ആസ്പിറൻസ് കിട്ടിയ ആൾക്കാരുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവർ വെറും സാധാരണക്കാരാണ്. പക്ഷേ ഒരു 5-10 വർഷം കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ട്രാൻസിഷൻ ഭയങ്കരമാണ്. പക്ഷെ ഈ ഒരു ട്രാൻസിഷൻ ഹോമിയോപ്പതി മേഖല ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊന്നും പറയാൻ. അയാൾ ഏതാണ്ട് ഈ ചത്തതിനൊക്കെ പോയി ജീവിച്ചിരിക്കലും എന്നൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും പോകുന്ന മൊത്തം തന്നെ. അണ്ടർ യൂട്ടിലൈസ്ഡ് ബ്രെയിനാണ്. ഇന്നലെ തന്നെ ഡോക്ടർ ജയപാൽ കാർഡിയോളജിസ്റ്റിന്റെ അദ്ദേഹത്തിന് പ്രസന്റേഷൻ ഡോക്ടർ ഷൈൽ ഡോക്ടർ കേട്ടിട്ടുണ്ടാവും. എത്ര ഉജ്ജ്വലം, 5 ഡോക്ടർ കേട്ടിരുന്നു. ആ ഒരു മനുഷ്യന്റെ തലകറങ്ങി ജ്വലിക്കുകയാണ്. പക്ഷെ നമ്മുടെ ബ്രെയിനൊക്കെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്, വളരെ ഡള്ളായിട്ട് ബ്രെയിൻ്റെ കാർബൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പാടില്ല. എനിക്ക് അശോക ഡോക്ടർ അഭിനന്ദിക്കുന്നത് അതുകൊണ്ടാണ്. വളരെയധികം ഞാൻ ഡോക്ടർ പഠിച്ചു എന്നുള്ളതാണ്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഈ സിലബസ് ബേസ് ശരിക്കും ഞാൻ PG അസോസിയേഷൻ സെക്രട്ടറിയുടെ സമയത്ത് നമ്മൾ PSC റെപ്രസെന്റ് കൊടുത്തിരുന്നതാണ്. അന്ന് ആദ്യം എഴുത്തായിരുന്നു. എഴുത്ത് പരീക്ഷ അറിയാലോ, അതിന്റെ കളികളൊക്കെ അറിയാലോ. എഴുതും, പിന്നെ പേപ്പർ നോട്ടം, പല പല കാര്യങ്ങളുണ്ടായി. ചിലരെയൊക്കെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തി കുറെ കളികൾ തരികിട കടന്നു. അപ്പൊ അതെല്ലാം മാറിയിട്ട് ഈ പറഞ്ഞ OMR ആയതുകൊണ്ടാണ് ഇപ്പൊ വിജയമായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ 3 വർഷം കൂടുമ്പോൾ പരീക്ഷ നടക്കുന്നത്. മുമ്പ് അങ്ങനെ അല്ലല്ലോ, ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി. എന്നിരുന്നാലും ഇനി സാധ്യത ഉള്ള എന്ന് വെച്ചാൽ നമ്മുടെ ആശുപത്രി ഡെവലപ്പ് ചെയ്യണം. ആശുപത്രി ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് കോഴ്സുകൾ ഉണ്ടാണ്. ഇപ്പൊ എന്താണ്, സ്പെഷ്യലിസ്റ്റുകളായിട്ട് നമുക്ക് ഡോക്ടേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ കോഴ്സ് ഇല്ല. ഇപ്പം ഇൻഫെർട്ടിലിറ്റി ആണ്, പല OP ഉണ്ടല്ലോ. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്തത് ഉത്തരവില്ല, ഉണ്ടോ? ഇല്ല. അപ്പൊ അടുത്തത് വേണ്ട അതാണ്. അപ്പൊ ആ നിലയ്ക്ക് ഇതിനകത്ത് പല പാരന്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ അവരും കൂടെ ശ്രമിച്ച് ഈ കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാക്കണം. എന്തായാലും വളരെ സന്തോഷം, അഭിനന്ദനങ്ങൾ. ബാക്കിയുള്ളവരും കൂടെ ഇപ്പൊ നമുക്ക് പ്രതികരിക്കായിരുന്നാൽ പോരാ, എല്ലാവരും ചോദിക്കണം, നിങ്ങളെ കാണണം. ഓക്കെ, നന്ദി ഡോക്ടർ, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഓക്കെ, സന്തോഷം മനോജ് ഡോക്ടറെ. ഞാനും കൂടെ 2 വാക്ക് പറഞ്ഞോട്ടെ. എന്തായാലും അശോക് കുമാർ ഡോക്ടർ യുവതലമുറയ്ക്ക് വേണ്ടി, ഹോമിയോപ്പതിയിലെ യുവതലമുറയ്ക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. പ്രത്യേക ഒരു എന്താണ്, ടെലഗ്രാമിൽ പ്രത്യേക ഒരു പേരിൽ തന്നെ ഡോക്ടർ ക്ലാസ്സുകൾ കൊടുക്കുകയും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു. അത് വളരെ നല്ല കാര്യം, സ്വാഗതാർഹം. പിന്നെ നമുക്കൊന്നും ഇങ്ങനെ ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു പരീക്ഷയെ കുറിച്ചൊരു പാറ്റേണോ അല്ലെങ്കിൽ ഒരു പരീക്ഷ നടത്തി തരാനോ അന്ന് കരിയർ ഗൈഡൻസിന് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് നമ്മളിരുന്ന് എല്ലാം പഠിച്ച് അതിൽ ചിലപ്പോൾ ഇതുപോലെ ഡോക്ടർ പറയുന്ന കണക്ക് കുഴയ്ക്കുന്ന കണക്കുള്ള ചോദ്യങ്ങളൊക്കെ അന്നത്തെ ക്വസ്റ്റ്യനിലും ഉണ്ടായിരുന്നു. ഞാൻ എഴുതിയ ടെസ്റ്റില് ഹൈപ്പോകോൺട്രിയാസിസ് അന്നൊരു വളരെ തർക്ക വിഷയമായ 2 തരം ഹൈപ്പോകോൺട്രിയാസിസ്, നമ്മളത് എന്താണെന്ന് വിവരിക്കുക. അതിന് 2 ആൻസർ പറഞ്ഞുകൂടെ? ഹൈപ്പോകോൺട്രിയാസിസ് കോൺട്രിയത്തിന് താഴെ എന്നുള്ള ഇതിലും വരാം, ഒരു മെന്റൽ പ്രോബ്ലമാണ് ഹൈപ്പോകോൺട്രിയാസിസ്. അന്നത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അന്നും ഉണ്ടായിരുന്ന ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ റിലേഷൻസ് അന്നും ഉണ്ട്. ഇന്റർവ്യൂവിന് എൻ്റെ കൂടെ ബേബി മാഡം ചോദിച്ചത് മൊത്തം റിലേഷനായിരുന്നു. മെഡിസിനും അതിന്റെ റിലേഷൻസ്, കുറെ മെഡിസിന്റെ ഇനിമിക്കൽ ഏത്, ആന്റിഡോട്ട് ഏത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് ചോദിച്ചിരുന്നത്. അന്ന് ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പം നിങ്ങളൊക്കെ നല്ല സേവനമാണ് അതുകൊണ്ട് ചെയ്യുന്നത്. അപ്പൊ ഈ മാക്സിമം കുട്ടികളെല്ലാം ഇതെല്ലാം പ്രയോജനപ്പെടുത്തണമെന്നുള്ള റിക്വസ്റ്റാണ് എനിക്കുള്ളത്. പിന്നെ ഇനി ഓർക്കുമ്പോൾ പറയാം. അഞ്ജിത ഡോക്ടർക്ക് സംസാരിക്കാം. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തു ഡോക്ടറെ, ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, കേൾക്കുന്നുണ്ടോ മാഡം? കേൾക്കാം. നമസ്കാരം ഡോക്ടേഴ്സ്. ഞാൻ നമ്മുടെ അശോക് സാറിന്റെ ഇപ്പൊ സാറ് തുടങ്ങിയ സക്സസ് ബാച്ചിലെ ഒരു മെമ്പറാണ്. ഞാൻ ശരിക്കും പറഞ്ഞ സാറിന്റെ ഈ ബാച്ചിൽ, ആ ഒരു ബാച്ചിൽ കയറാൻ തന്നെ കാരണം സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ സബ്ജക്ട്സ് പഠിക്കുക. അത് ഹോമിയോപ്പതി സബ്ജക്ട്സ് മാത്രമല്ല, ബാക്കി
കോമ്പറ്റീഷൻ എന്നതിനേക്കാൾ ഉപരി നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ വിഷയങ്ങൾ പഠിച്ചു പോകാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പിലാണ് ഞാൻ ആ ക്ലാസ്സിന് ചേർന്നത്. അതെനിക്കൊരു കോമ്പറ്റീഷൻ വിൻ ചെയ്യാം എന്നുള്ള ആ ഒരു മോട്ടീവ് മാത്രമല്ല, അത് സാറിന്റെ ക്ലാസ്സിൽ ഞാനിപ്പോ ഒരു 9:30 കഴിഞ്ഞപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു. അത് സാറ് പറഞ്ഞ കാര്യം ഞാൻ അപ്പൊ കയറിയപ്പോ തന്നെ കേട്ട കാര്യം അതാ. എല്ലാവർക്കും അതേന്ന് മൈൻഡിൽ ആ മെഡിക്കൽ ഓഫീസർ കിട്ടണമെന്നുള്ള മൈൻഡിൽ മാത്രം നിന്നിട്ട് കിട്ടാണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. ഇതിൽ നിന്നൊക്കെ ഏറ്റവും സുപ്രീമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവാണ്. അത് നമുക്ക് ഹോമിയോപ്പതി സബ്ജക്ട്സിനെ കുറിച്ചാണെങ്കിലും നമ്മുടെ മെഡിക്കൽ സബ്ജക്ട്സിനെ കുറിച്ചാണെങ്കിലും നമ്മൾ ഹോമിയോപ്പത്സിന് ഏറ്റവും കൂടുതൽ ആവശ്യവും വേണ്ട എന്ന് വെച്ചാൽ ഹോമിയോപ്പതി വളരാനും നമ്മുടെ സിസ്റ്റത്തിനൊരു മൂല്യം ഉണ്ടാകണമെങ്കിലും നമ്മളെല്ലാവരും അറിവുള്ളവരായിരിക്കണമെന്ന് എനിക്ക് ബോധ്യം വന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യം IFPHന്റെ ക്ലാസ്സസ്. ഇന്ന് ടോട്ടൽ ഇപ്പൊ ഒരു 120 പേരെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. 120 പേര് ഇന്ന് നമ്മുടെ ക്ലാസ്സസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഒരു മാസം 1.5 മാസം കാലമായിട്ട് കറക്റ്റ് IFPHന്റെ എനിക്ക് പറ്റാവുന്ന എല്ലാ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ അത് നമ്മുടെ ഐഡിയോളജി എന്തും ആയിക്കോട്ടെ, പക്ഷെ അവര് പകർന്നു തരുന്ന ഓരോ മേഖലയിലുള്ള മെഡിക്കൽ സബ്ജക്ട്സിലാണെങ്കിലും നമ്മുടെ ഹോമിയോപ്പതി സബ്ജക്ട്സിലുള്ള അവരുടെ ആ ഒരു എക്സ്പീരിയൻസസ് നമുക്ക് പകർന്നു തരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഞാൻ കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയ ഒരാളാണ്. കഴിഞ്ഞ വർഷം മെയ്യിൽ പാസ് ഔട്ട് ആയ ഞാൻ ജൂലൈയിൽ ക്ലിനിക്ക് ഇട്ട ഒരാളാണ്. എനിക്ക് ഒരു ഫ്രഷർ എന്ന നിലയിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് IFPH ചെയ്തു തന്നത്. ഞാനിപ്പോ എന്റെ ബാച്ച് മേറ്റ്സിനോടാണെങ്കിലും എന്റെ കോളേജ് മേറ്റ്സിനോടാണെങ്കിലും എല്ലാവരോടും IFPHന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറയാറുണ്ട്. ഇന്നലത്തെ ക്ലാസ്സസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ AI നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോ ഭയങ്കര പ്രോമിനന്റ് ആയിട്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോ അത് എങ്ങനെ നമുക്ക് ഹോമിയോപ്പതിയിൽ യൂസ് ചെയ്യാം, എന്താണ് ഹോമിയോപ്പതിയുടെ റോൾ, 2047 എന്താണ് ഹോമിയോപ്പതിയുടെ റോൾ എന്നാണ് ഇന്നലെ ചർച്ച ചെയ്തത്. അപ്പം അതിൽ അലോപ്പതി ഡോക്ടർ ആയിരുന്നു, കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം 2047 അവര് നമ്മുടെ പേഴ്സണലൈസ്ഡ് മെഡിസിനും അതുപോലെ തന്നെ സെല്ലുലാർ ലെവലിലുള്ള ട്രീറ്റ്മെന്റും ഒക്കെ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഹോമിയോപ്പതിസ് ഓൾറെഡി ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ആ സാറിനോട് ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പൊ ഹോമിയോപ്പതിയുടെ റോൾ എന്താണെന്നാണ് ഈ ഒരു 47 നമ്മൾ ഓൾറെഡി ഇത് അച്ചീവ് ചെയ്ത ആൾക്കാർക്ക് 47 അപ്പൊ എന്ത് റോളായിരിക്കും എന്നാണ് ഞാൻ ചോദിച്ചൊരു കാര്യം. അപ്പൊ സാറ് പറഞ്ഞത് ഇപ്പൊ ഒരു MBBS എന്ന് പറയുന്നത് ഒരു സുപ്രീം പവർ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു മൈൻഡ് സെറ്റ് നമ്മളിലാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത്. അത് മാറി ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം, ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർക്ക് എന്ത് സാധ്യത കിട്ടും എന്നുള്ള ആ ഒരു രീതിയിൽ ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആയിരിക്കും 2047 അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പഠിക്കുക, ഹോമിയോപ്പതിനെ വളർത്തുക, സ്നേഹിക്കുക. ഹോമിയോപ്പതിക്ക് സാധിക്കാത്ത ഒന്നുമില്ല. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ അഞ്ജിത ഡോക്ടറെ, സന്തോഷം. അപ്പൊ എനിക്കും ഓർത്തപ്പോ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ IFPHന്റെ ക്ലാസ്സുകൾ യൂട്യൂബില് കുട്ടികൾ കാണുന്നുണ്ടാവും, അല്ലെ പ്രാക്ടീഷണേഴ്സ് പുതിയതായിട്ടുള്ള ആൾക്കാരെല്ലാം കാണുന്നുണ്ടാവും. പക്ഷെ അതിനെക്കാട്ടിയും നേരിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതുകൊണ്ടുള്ള ഒരു മെറിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. യൂട്യൂബ് കാണുമ്പോൾ സംശയം ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കേസ് ഉണ്ട്, അതിന്റെ എന്താണ് സംശയം, അല്ലെങ്കിൽ അത് ഇനി എന്താണ് ചെയ്യേണ്ടത്, അതിന്റെ ഫോളോ അപ്പ് എന്ത് ചെയ്യണം എന്നുള്ള സംശയങ്ങളെല്ലാം ക്ലാസ്സിൽ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഫാക്കൽറ്റിയോട് ചോദിച്ച് നിങ്ങളെ കേസ് സംശയങ്ങൾ ദൂരീകരിക്കാം. ആ ഒരു സൗകര്യം യൂട്യൂബ് വഴി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് മാക്സിമം ആൾക്കാരെ അവരവർക്ക് ഈ ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതുപോലെ ടെസ്റ്റ് എഴുതാൻ വേണ്ടി ഇപ്പൊ ഇന്ന് അശോക് കുമാർ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് മറ്റേ ഇൻഷുറൻസിൽ അഡ്വൈസർ ആയിട്ടുള്ള പോസ്റ്റൊക്കെ അങ്ങനെ ഉണ്ട് എന്നുള്ളത് പോലും മനസ്സിലാക്കുന്നത്, ഒരുപാട് സാധ്യതകൾ മനസ്സിലാക്കാൻ പറ്റി. നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല, എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ട്. എല്ലാവരും അവരവരുടെ ഇടം കണ്ടെത്തുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും ഹാൻഡ് റൈസ് ചെയ്താൽ സംസാരിക്കാനുള്ള അവസരമുണ്ട്. ഷീല ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. തീർച്ചയായിട്ടും ഹാൻഡ് റൈസ് ചെയ്യാൻ നമ്മൾ അനൗൺസ് ഉണ്ട്. സ്റ്റുഡൻസിന് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം. അശോക് കുമാർ ഡോക്ടറുണ്ട്, മനോജ് ഡോക്ടറുണ്ട്,
എന്ത് സംശയവും ചോദിക്കാം. തീർച്ചയായിട്ടും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. എല്ലാവർക്കും സംശയം ചോദിക്കാനുള്ള അവസരമാണ്. അടുത്ത ടെസ്റ്റ് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത് അല്ലേ? ഷീല ഡോക്ടർ സംസാരിക്കട്ടെ. ആ, അൺമ്യൂട്ട് ചെയ്തോ, സംസാരിക്കൂ ഡോക്ടർ. ഡോക്ടർ അശോക് കുമാർ എൻ്റെ സീനിയർ ആയിരുന്നു. വളരെ സന്തോഷം കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടതിൽ. ഈ പറഞ്ഞ കണക്ക് 2002 ആ PSCയിൽ ഞാനും എഴുതി, എൻ്റെ പേരും റാങ്ക് ലിസ്റ്റിൽ വന്നതാണ്. ദൗർഭാഗ്യവശാൽ എൻ്റെ പേരിൻ്റെ തൊട്ട് മുന്നേ വന്നപ്പോൾ ലിസ്റ്റ് ക്യാൻസലായി. അങ്ങനെ എനിക്ക് ആ ഒരു ഗോൾഡൻ ചാൻസ്, കാരണം എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ അഭിലാഷമായിരുന്നു ഒരു മെഡിക്കൽ ഓഫീസർ ആകുക എന്നുള്ളത്, അതങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷമാണ് ഞാൻ വെളിയിലോട്ടൊക്കെ പോയതും ഒക്കെ. അപ്പൊ എനിക്കെന്നും ശരിക്കും ഇപ്പോൾ ഉള്ള ഈ ഒരു സപ്പോർട്ടൊന്നും നമ്മളുടെ ആ കാലഘട്ടത്തിൽ ഇല്ല. ആക്ച്വലി ഇങ്ങനെ ഒരു സഹായം ഇല്ലല്ലോ. ഇപ്പം ഈ ഡോക്ടറൊക്കെ ഇപ്പൊ എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് വെച്ചാൽ അത് ഭയങ്കരം തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഉള്ള ഡോക്ടേഴ്സ് എന്തുകൊണ്ട് ലക്കി എന്നേ ഞാൻ പറയത്തുള്ളൂ. എങ്ങനെ നോക്കിയാലും നമ്മളുടെയൊക്കെ ആ കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. വല്ലപ്പോഴും കൂടി വർഷത്തിലെങ്ങാനും ചിലപ്പോൾ നമുക്ക് പിന്നെ ഹാനിമാൻ ഡേയോ അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ജില്ലയിലായിരിക്കും ഒരു സെമിനാറൊക്കെ വരുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, നമുക്ക് ഡെയിലി നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ എല്ലാം ഉണ്ട്. നമുക്ക് IFPHന്റെ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ അതെല്ലാം എനിക്ക് വീണ്ടും പറയാനുള്ളത്, എല്ലാ ന്യൂ ഡോക്ടേഴ്സും അത് യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കുക. കാരണം നമുക്ക് ഒത്തിരിയും കേസസ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒരു മോട്ടിവേറ്റീവ് ക്ലാസ് കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് എന്ത് കേസ്, ഇന്നലത്തെ ഉള്ള തന്നെ ബിന്ദു ഡോക്ടറുടെ തന്നെ ഈ ഓട്ടിസം കേസുകളും ന്യൂറോളജിക്കൽ കേസുകളൊക്കെ നമുക്കൊരു പക്ഷേ ഒട്ടും നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത മേഖലകളാണ് അതൊക്കെ. അതിനകത്തൊക്കെ ഇത്രയും കോൺഫിഡൻറ്റോടുകൂടി നമ്മുടെ ഹോമിയോ മെഡിസിൻസ് ആക്ട് ചെയ്യുന്നത് കാണുമ്പം നമുക്ക് ശരിക്കും നമ്മൾ സത്യത്തിൽ ചാരിതാർത്ഥ്യം കൊണ്ടാണ്. നമുക്കൊന്നും ആ ചാൻസസ് കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ മാഡത്തിനൊക്കെ ഇത്രയും ചാൻസ് കിട്ടുന്ന എനിക്ക് വെച്ചാൽ മെഡിക്കൽ കോളേജുകളിലായിരിക്കാം. പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് എത്രത്തോളം ഇങ്ങനത്തുള്ള പേഷ്യൻസ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ പ്രമുഖരായിട്ടുള്ളവർക്ക് കിട്ടുന്നുണ്ടാവും. എങ്കിലും നമ്മളുടെ ഹോമിയോയുടെ ആ ഒരു എന്താ പറയാ, അതിന്റെ ഒരു വിശാലത എല്ലാ രോഗത്തിനും ഇപ്പം നമുക്ക് ഒത്തിരിയും ഓപ്പർച്യൂണിറ്റീസ് ആണ്. അത് മാക്സിമം ഓരോ ഡോക്ടേഴ്സ്, എസ്പെഷ്യലി ന്യൂ ഡോക്ടേഴ്സ് അത് യൂട്ടിലൈസ് ചെയ്യണം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിലോട്ട് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. എനിവേ, എന്തുവായാലും ഡോക്ടർ അശോകിന് എല്ലാവിധ അഭിനന്ദനങ്ങളും വളരെ സ്നേഹത്തോടു കൂടി തരുന്നു. കണ്ടതിൽ വളരെ സന്തോഷം. ഡോക്ടർ എന്നെ ഓർക്കുന്നുണ്ടാവുമെന്ന് തീർച്ചയായിട്ടും. ഓക്കെ, 4ാമത്തെ ബാച്ചല്ലേ? അതെ അതെ, സതീഷിന്റെ അതെ അതെ, ബാച്ച്, ഷാജിയുടെ ബാച്ച്, അതെ, ഷാജി വർഗീസിന്റെ ബാച്ച്. കൊല്ലത്ത് തന്നെ ഉണ്ടോ? ഇപ്പം ട്രിവാൻഡ്രത്താണ് ഉള്ളത്. ഓക്കെ. ഈ ഷീല ഡോക്ടർ പറഞ്ഞ കാര്യം പിന്നെ എല്ലാ ബാച്ചിലും എല്ലാ PSC ലിസ്റ്റിലും സംഭവിക്കുന്നതാണ്. അതായത് എന്തായാലും ഒരാളുണ്ടാകും, അതിന് തൊട്ട് മുകളിലുള്ള ആൾ വരെ കയറിയിട്ട് തൊട്ട് താഴെ കിട്ടും കിട്ടത്തില്ല, കിട്ടും കിട്ടത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ 2018 ബാച്ചിലുള്ള 19 പേര് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നടത്തുകയാണ്. അറിയുമെന്ന് എനിക്കറിയില്ല. അവർക്ക് വേണ്ടി ഞങ്ങളുടെ ബാച്ചിന്റെ ആ സമയത്തും അങ്ങനെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കക്ഷി എന്നെയാണ് അവരാക്കിയത്. ദുബായി പോയി. ഇവര് പിന്നെ ഹൈക്കോടതിയിൽ കൊടുത്തു. ഹൈക്കോടതി അവർക്ക് അനുകൂലമായി വിധിച്ചു. അതായത് 19 വേക്കൻസികൾ അന്നുണ്ടായിരുന്നു, അത് അവർക്ക് കൊടുക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചു, അനുകൂലമായിട്ട് വിധിച്ചു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിച്ചു, അതും അവർക്ക് അനുകൂലമായിരുന്നു. അപ്പോഴും PSC പക്ഷേ ഒരു സ്റ്റാൻഡിൽ നിന്നു, നിങ്ങളുടെ വേക്കൻസി ഉണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങളുടെ കുറ്റമല്ല. ഇപ്പോൾ അവർ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പോയപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്, ഞാൻ കേട്ടുകേഴ്വിയാണ്, എങ്കിലും ഏതാണ്ട് 5 ലക്ഷം രൂപയിൽ കൂടുതലായി 19 പേർക്കും. 19 പേരും കേസിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കേസിലുള്ളവർക്ക് 5-7 ലക്ഷം രൂപ ആയിട്ടുണ്ട്. പക്ഷേ ഫൈനൽ വിധി അവർക്ക് എതിരാകാനാണ് സാധ്യത. കാര്യം PSC പറയുന്ന അവരുടെ ഫാൾട്ട് അല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് ഇതുമില്ല. മാത്രമല്ല, അതിന് ശേഷം ചില നിയമ മാറ്റങ്ങളും ഉണ്ടായി. അതായത് PSC അന്ന് ഇത് പ്രൊമോഷന് വേണ്ടി മാറ്റിയിട്ടിരുന്നതാണ്. ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ 6:1 എന്നുള്ള പ്രൊമോഷന് വേണ്ടി മാറ്റിയിട്ടിരുന്നതാണ്. ഇപ്പോൾ ആ റൂള് മാറി. മാത്രമല്ല, പുതിയ ലിസ്റ്റ് വന്നു. ഇതൊക്കെ കൊണ്ട് എന്തായാലും വിധി സുപ്രീം കോടതിയിൽ PSCക്ക് അനുകൂലമായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ആവറേജ് 10 ലക്ഷം രൂപ വീതം മുടക്കിയ 18ഓളം ഡോക്ടർമാർ
ഓർക്കണം അവരുടെ ആ ഒരു പെയിനും സാമ്പത്തിക നഷ്ടവും. അപ്പോൾ ഇതേപോലെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും, നമുക്ക് വേണമെങ്കിൽ സങ്കടം തോന്നും. കാര്യം തൊട്ട് മുകളിലുള്ള ആൾ വരെ കയറുകയും അടുത്ത ആൾക്ക് കയറാൻ അവസരം കിട്ടാതിരിക്കുകയും ചിലപ്പോൾ അപ്പോൾ വേക്കൻസി ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് കൊടുക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ എപ്പോഴും ഒരാളുണ്ടാകും. ഒരാളല്ല, തൊട്ട് താഴെ വരുന്ന കുറച്ച് പേര് എന്തായാലും അഫക്റ്റഡ് ആണ്. അതിൽ തൊട്ട് താഴെ വരുന്ന ആള് തീർച്ചയായിട്ടും സങ്കടം വരുന്ന ആളാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും. നമ്മുടെ PSCയുടെ ഒരു പരീക്ഷകളുടെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ. 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 അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 28 ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല ഇതുവരെയും. ആ സ്ഥിതിക്ക് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി വരുന്നു. അപ്പൊ ഞാനൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ഡോക്ടർ എബ്രഹാം വൈദ്യന്റെ പേരൂടെ ഞാൻ കണ്ടതുകൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞ 95-ലെ PSC കഴിഞ്ഞിട്ട് പിന്നെ നടന്ന എല്ലാ PSCകളിലും കേരളത്തിലെ ഏതാണ്ട് 2-3 ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും പോയി ഫിസിക്കൽ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. കൊല്ലം ജില്ലയിൽ ആ ക്ലാസ് നടത്തിയിട്ടുള്ള ആള് ഡോക്ടർ എബ്രഹാം വൈദ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ എബ്രഹാം വൈദ്യന്റെ പേര് പറഞ്ഞത്. കൊല്ലം ജില്ലയിൽ എനിക്ക് തോന്നുന്നത് കൊല്ലത്ത് പബ്ലിക് ലൈബ്രറിയിൽ 10ഓളം ക്ലാസ്സുകൾ ഡോക്ടർ എബ്രഹാം വൈദ്യൻ തന്നെ അറേഞ്ച് ചെയ്ത്, എബ്രഹാം വൈദ്യൻ എൻ്റെ ലിസ്റ്റിൽ കയറിയ ആളാണ്, അദ്ദേഹം തന്നെ അറേഞ്ച് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. കോഴിക്കോട് പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. മറ്റു പല ജില്ലകളിലും ഫിസിക്കൽ ക്ലാസ്സുകൾ. പിന്നെ അത് സംഘടനാപരമായിട്ടാണ്, ISKയുടെ ഒരു പ്രോഗ്രാമായിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. ഇപ്രാവശ്യം ഞാൻ റിട്ടയർ ചെയ്ത അന്നാണ് സക്സസ് ഹോമിയോപ്പതി അക്കാഡമി എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ അതൊരു ഒരു പ്രസ്ഥാനമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഒരു അക്കാഡമി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സക്സസ് ഹോമിയോപ്പതി അക്കാഡമി അല്ല, സക്സസ് മെഡിക്കൽ അക്കാഡമിയാണ്. നമ്മൾ മറ്റു പല മേഖലകളിലേക്കും മാറുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ നഴ്സിംഗ് കോളേജുകളിൽ, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3-4 നഴ്സിംഗ് കോളേജുകളിൽ അനാറ്റമി ഫിസിയോളജി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൊല്ലത്ത് ബെൻസീർ കോളേജ് ഓഫ് നഴ്സിംഗിൽ, കൊട്ടാരക്കര ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ, വാളകം മേഴ്സി. ഇപ്രാവശ്യം കേരളത്തിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഫിസിയോളജി പുസ്തകം വൃന്ദ പബ്ലിഷേഴ്സ് പബ്ലിഷ് ചെയ്ത ഫിസിയോളജി പുസ്തകം എഴുതിയത് ഞാൻ കൂടിയാണ്. ഡോക്ടർ എലിസബത്ത് എന്ന് പറയുന്ന ഒരു PhD നഴ്സിംഗ് MSc PhD നഴ്സും ഞാനും കൂടെ ചേർന്നെഴുതിയ പുസ്തകമാണ് കൂടുതൽ പേരും പഠിക്കുന്നത്. അടുത്ത വർഷം അനാറ്റമിയുടെയും ഫിസിയോളജിയുടെയും നഴ്സിംഗ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗൈഡ് എഴുതാനായിട്ട് വൃന്ദ എല്ലാ സന്നാഹങ്ങളും ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഒരു മെഡിക്കൽ ഫീൽഡ് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലേക്ക്, അതുപോലെ ഞാനൊരു ഈ പറഞ്ഞതുപോലെ പുതിയ PSC പുതിയൊരു പോസ്റ്റ്, ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് PSC നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേയേറെ വർക്കുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം 10:30 കഴിയുന്നു. ഓക്കെ ഡോക്ടറെ, നമുക്ക് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും പാർട്ടിസിപ്പന്റ് ആയിട്ട് എത്തിയിട്ടുള്ള ഡോക്ടർ അഞ്ജിതയെ അശോക് കുമാർ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സാറിനെ കുറിച്ച് ഞാൻ പറയേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. സാറിന്റെ ഒരുപാട് ക്ലാസ്സസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ സാറ് നമുക്ക് തരുന്ന, ശരിക്കും പറഞ്ഞ ആ ഒരു സെൽഫ്ലെസ് എന്ന് തന്നെ ഞാൻ പറയും. കാര്യം ഞാൻ ഇപ്പൊ ഒരു 2-3 സാറിന്റെ ക്ലാസ്സിൽ കയറാൻ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ സക്സസ് ബാച്ചിൽ ഒരു മെമ്പറാണ്. അത് കയറാൻ തന്നെ കാരണം സാറ് ഇതിനു മുമ്പ് നടന്ന ട്രിവാൻഡ്രത്തൊരു നമ്മുടെ ഒരു താൽക്കാലികം വിളിച്ചായിരുന്നു. അപ്പൊ അതിന് ആ എക്സാമിന്റെ തലേന്ന് സാർ ഒരു 10:30-11 മണി അടുപ്പിച്ച് വരെ സാറ് നമുക്ക് വേണ്ടിയിട്ട് ഇരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ, അത് നിങ്ങൾക്ക് ഒരുപാട് പേര് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അറിയായിരിക്കും. പക്ഷെ അന്ന് സാറ് നമുക്ക് പറഞ്ഞു തന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഈ പറഞ്ഞ നമ്മുടെ AIMOടെ ഈ ESAയുടെ വിളിച്ചപ്പോഴും സാറിന് ഇതുപോലത്തെ കുറച്ച് റിവിഷൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അതിൽ സാറ് പറഞ്ഞ സാർ ഇട്ട് തന്ന കുറെ നോട്ട്സിൽ അതേ ക്വസ്റ്റ്യൻസ് തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാം സാറ് നമുക്ക് തരുന്ന ആ ഒരു നോളജ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ സാറിന് IFPHന്റെ പേരിലുള്ള വളരെ ഹൃദയംഗമമായ നന്ദി ഞാൻ IFPHന്റെ പേരിലും എന്റെ പേരിലും അറിയിക്കുകയാണ്. ഓക്കെ, അഞ്ജിതയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ അശോക് കുമാർ ഡോക്ടറുടെ പുതിയ പുതിയ പ്രവർത്തനങ്ങളെല്ലാം കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. അതിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇന്ന് IFPH പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.